പാരീസ് ഒളിമ്പിക്സിൽ സ്വർണമോ വെള്ളിയോ ഉറപ്പിച്ച വിനേഷ് ഫോഗട്ട്. സ്ത്രീകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ട് ഇന്ത്യയെ തേടിയെത്തുന്നു പാരീസിൽ നിന്ന് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ ലോക ചാമ്പ്യൻ യു സുസാക്കിയെ തോൽപ്പിച്ചാണ് ഫോഗട്ട് ജയിച്ചത്. സുസാക്കി 4 തവണ ലോക ചാമ്പ്യനായിട്ടുള്ള ആളുകൂടിയാണ്. ഈ ഇന്റർനാഷണൽ ലെവലിൽ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല. ആ റെക്കോർഡ് ഇട്ടാണ് വിനേഷ് ഫോഗട്ടിനെതിരെ സുസാക്കി ഗോദയിൽ എത്തുകയും ചെയ്തത്. പക്ഷേ സുസാക്കിയെ തോൽപ്പിച്ച് ഫോഗട്ട് മുന്നേറി. അവസാന നിമിഷം വരെ ടൈറ്റ് മത്സരമായിരുന്നു നടന്നത്. അവസാനത്തെ ഒരു 20 സെക്കൻഡോളം 2-0 വരെ പിന്നിൽ നിൽക്കുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. അവസാന നിമിഷത്തിലാണ് വിജയം തേടിയെത്തിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു പോയിന്റ് പോലും നഷ്ടമാകാതെ സ്വർണം നേടിയ ജപ്പാൻ താരം കൂടിയാണ് സുസാക്കി. ആ സുസാക്കിയെയാണ് തോൽപ്പിച്ച് വിനേഷ് ഫോഗട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ക്വാർട്ടർ പോരാട്ടത്തിലാണെങ്കിൽ യുക്രൈന്റെ താരം ഒക്സാന ലിവാച്ചിനെ ആണ് വീഴ്ത്തിയത് വിനേഷ്. അങ്ങനെയാണ് വിനേഷ് ഫോഗട്ട് സെമിയിലേക്ക് എത്തുന്നത്. യുക്രൈൻ താരം ഒക്സാന ലിവാച്ചും മുൻ യൂറോപ്യൻ ചാമ്പ്യനും ഒപ്പം ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവുമാണ്. ആ യുക്രൈൻ താരത്തെ 7-5 ഫോഗട്ട് തോൽപ്പിച്ചത്. പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ മികച്ച ത്രോയിലൂടെ സുവർണ പ്രതീക്ഷയായി നീരജ് ചോപ്രയും. ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ നീരജ് ചോപ്രയുടെ മികച്ച പ്രകടനം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ആദ്യ ശ്രമത്തിൽ 89.34 മീറ്റർ കുറിച്ചായിരുന്നു നീരജ് ചോപ്ര ഫൈനലിലേക്ക് ചുവടുവെച്ചത്. മറ്റന്നാളാണ് ഫൈനൽ.